ഇന്നലെ എന്തോ സംഭവിച്ചതിന്റെ പേരിൽ റിജക്ഷനുകളും തള്ളിപ്പെടലുകളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇന്നൂടെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോയി നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ കടുങ്കൈ ചെയ്യുമെന്ന് പറഞ്ഞായിരിക്കാം നീ ഇതിനകത്ത് വന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ കൊണ്ട് മടുത്തു, ഞാൻ തീരാൻ പോവാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ജീവിക്കണം. നോഹയെ പറ്റി ആദ്യം പറയുന്നത് എവിടാന്നറിയാമോ? The first thing that you hear about Noah ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. It is mentioned in the book of Genesis. അതെ, 5-ാം അധ്യായത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യമായിട്ട് കാണുന്നത്. The first mention of the name Noah is in chapter 5 of the book of Genesis. ആ അധ്യായം വായിക്കുമ്പോൾ 3 പദങ്ങളാണ്: ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു. 3 words keep repeating themselves. A man is born and man is given birth and he dies. 32 വാക്യങ്ങളാണ് ആ ചാപ്റ്ററിലുള്ളത്. There are 32 verses in chapter 5. അതിന്റെ ഒരു 45-60% ഈ 3 പദങ്ങൾ നമുക്ക് കാണാൻ പറ്റും. So we keep hearing this repetition of a man being born, man giving birth and the man dying. എന്നാൽ 28-ാമത്തെ വാക്യം വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ്. There is a twist in verse 28 of chapter 5. 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 28th verse says so. ലാമെക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. Lamech lived 182 years and he became the father of a son. അടുത്തത് എങ്ങനെയാ വരേണ്ടത്? ജനിപ്പിച്ചു, ജീവിച്ചു, മരിച്ചു എന്നാണ്. പക്ഷേ 29-ാമത്തെ വാക്യം അങ്ങനെയാണോ നോക്കിയേ. But there is a change of narrative in verse 29. എല്ലാവരും ചേർന്ന് വായിച്ചേ. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് പേരിട്ടു. Now he called his name Noah, saying, this one will give us rest from our work and from the toil of our hands arising from the ground which the Lord has cursed. അതുവരെ ജനിച്ച എല്ലാവർക്കും വേണ്ടി 3 വാക്കുകളാണ് പരിചയപ്പെടുത്തിയത്. Up until then every man born has been born and has given birth and he died. This is what is said. പക്ഷെ പെട്ടെന്ന് നോഹയുടെ കാലം വന്നപ്പോൾ നോഹയുടെ പിതാവ് പറയുക, ഈ 3 വാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഒതുക്കാൻ എനിക്ക് പ്ലാൻ ഇല്ല, ഇവനൊരു ചരിത്രത്തിന്റെ പുരുഷനായി മാറാൻ. But this man Noah cannot be buried in 3 words in history. He is a history maker. ആ 3 വാക്കിൽ അവൻ ഒതുങ്ങേണ്ടതായിരുന്നു, പക്ഷെ അവനെ ഒരു ചരിത്രത്തിന്റെ പുരുഷനാക്കി ദൈവം. But the Lord made him a history maker when the others were buried in 3 phrases. ഇന്ന് പകലിൽ അതേ ദൂത് നിങ്ങളോടും ആവർത്തിക്കുന്നു. നിന്റെ കുടുംബത്തിൽ അവര് പോയതുപോലെയും ഇവര് പോയതുപോലെയും കുറെ കാലമൊക്കെ തള്ളി നീക്കി മുന്നോട്ട് പോകാനല്ല, അടുത്ത തലമുറകളെയും ഓർക്കത്തക്ക രീതിയിൽ അടുത്ത തലമുറകൾ പറയുന്ന തരത്തിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. Oh, the Lord is going to raise some history makers in our midst in spite of what your relatives have spoken about you. Amen. Come on, hallelujah. ഒരു 50 വയസ്സ് വരെ ജീവിച്ച് കുറച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പിന്നെ അസ്ഥിക്ക് ഇച്ചിരി തേയ്മാനവും തലവേദനയും രോഗമൊക്കെ ആയി തള്ളി നീക്കി അവസാനം 80, 85, 90 തീർന്നെന്ന് പറയാനല്ല നിന്റെ ചരിത്രം ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുപോലൊരു പ്രാർത്ഥന വീര ദേശത്തുണ്ടായിരുന്നെന്ന്, ഇതുപോലൊരു പ്രാർത്ഥന വീരന പട്ടണത്തിൽ ഉണ്ടായിരുന്നെന്ന് അടുത്ത തലമുറകൾ പറയത്തക്ക രീതിയിൽ ഇന്ന് പകൽ ചലനമേ ദൈവത്തിന്റെ കരമിറങ്ങുകയാണ്. Oh, the Lord is want to raise up some people who will not be bound by the cycle of man but shall become a history maker in Jesus' name. അപ്പച്ചന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, അപ്പച്ചന് ഹാർട്ട് അറ്റാക്ക് വന്നു, അപ്പന് ഹാർട്ട് അറ്റാക്ക് വന്നു, ചിലപ്പോൾ എനിക്കും വരുമായിരിക്കും എന്ന് പറഞ്ഞിരിക്കാൻ വരട്ടെ. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഇന്ന് പകൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഒരു കൊയ്ത്തിന്റെ അരിവാള് തന്ന് ഈ ദേശത്തെ നെടുകയും കുറുകയും സഞ്ചരിച്ച് ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടാൻ ഇന്ന് പകൽ ചിലതിന്റെ മേലൊരു അഭിഷേകത്തെ ദൈവം പകരും. Oh, I see the Lord anointing some of you not to settle down in the normal cycle of man, but to raise up and say the harvest is plentiful and the laborers are few, and He is giving a sickle in your hand to take a harvest in this generation. Amen. Hallelujah. നിങ്ങളൊന്ന് നോക്കിയേ. Let's look at this. 5-ാം അധ്യായം ആ 3 വാക്കുകൾ കൊണ്ട് സമ്പന്നമാണ്. 3 വാക്കുകൾ. Those 3 phrases keep repeating over every life mentioned in Genesis 5. പക്ഷെ അങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതി ഇല്ലാത്തത് കൊണ്ട് നോഹയ്ക്ക് വേണ്ടി ദൈവം ചിലത് അഡീഷണൽ അവിടെ കരുതി. But Noah
was unique and he added some additional grace to Noah's life. നിങ്ങൾക്കറിയാമോ, മറ്റുള്ളവരെ കുറിച്ചെല്ലാം പറയാൻ ഒന്നോ രണ്ടോ വാക്യം എടുത്തപ്പോൾ ഈ വേദപുസ്തകത്തിനകത്ത് 20-ലധികം അധ്യായങ്ങളിൽ കുറിക്കാൻ നോഹയുടെ പേര് ദൈവം സെലക്ട് ചെയ്തു. യെശയ്യാവിനെ കൊണ്ട് പറയിച്ചു, യെഹെസ്കേലിനെ കൊണ്ട് പറയിച്ചു, പത്രോസിനെ കൊണ്ട് പറയിച്ചു, പൗലോസിനെ കൊണ്ട് പറയിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ പേര് പറഞ്ഞു. ഇന്ന് പകൽ ഡോക്ടർ മാത്യുവും നിജുവും ഇവിടെ നിന്നുകൊണ്ട് നോഹയുടെ കാര്യം പറയുമ്പോൾ അതിന്റെ അർത്ഥം 3 വാക്കിൽ നിന്നെ ഒതുക്കാനല്ല, തലമുറകൾ നിന്നെ കുറിച്ച് സംസാരിക്കാൻ. Oh, hallelujah. The Lord is able to make mention of you generation after generation. Just like the prophets told about, Jesus told about Noah. He is able to make you and put you in the line of the history makers. Amen. Hallelujah. യെശയ്യാവ് പറഞ്ഞു, ഡോക്ടർ. Isaiah spoke about Noah. യെഹെസ്കേൽ അവനെ കുറിച്ച് പറഞ്ഞു. Ezekiel spoke about Noah. പത്രോസ് അവനെ കുറിച്ച് പറഞ്ഞു. Peter spoke about Noah. പൗലോസ് അവനെ കുറിച്ച് പറഞ്ഞു. Paul spoke about Noah. യേശു അവനെ കുറിച്ച് പറഞ്ഞു. Jesus spoke about Noah. ഇന്ന് നമ്മളെ കൊണ്ടും പറയിപ്പിക്കുക. And now we are saying the same to you. Hallelujah. നീ ഒതുങ്ങത്തില്ല, ദൈവം നിനക്ക് വേണ്ടി വഴികൾ തുറക്കും. Oh, you cannot be buried. The Lord will open doors for you. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ കൊണ്ട് മടുത്തു, ഞാൻ തീരാൻ പോവാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ജീവിക്കണം. ഇന്നലെ എന്തോ സംഭവിച്ചതിന്റെ പേരിൽ റിജക്ഷനുകളും തള്ളിപ്പെടലുകളും ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇന്നൂടെ ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോയി നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ കടുങ്കൈ ചെയ്യുമെന്ന് പറഞ്ഞായിരിക്കാം നീ ഇതിനകത്ത് വന്നത്. ഇന്ന് പകൽ നിന്നോട് ഞാൻ പറയാം, ലോകം മൊത്തവും നിന്നെ തള്ളിക്കളഞ്ഞാലും അവൻ നിന്റെ കൈക്ക് പിടിച്ച് ആ പ്രതികൂലത്തിനകത്തൂടെ നിന്നെ നടത്തി അവിടെ തന്നെ നിന്നെ ഉയർത്തി അനേകർക്ക് നിന്നെ ഒരു അടയാളമാക്കി ദൈവം മാറ്റി. Oh, I'm prophesying to some of you. You have come to a dead end, no solution, no doors, everything is closed, but the Lord is able to hold your hand and make a way where there is no way.